ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിതയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആക്കാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്നാക്കാണ്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ, മൈദയൊന്നും യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റോട് കൂടിയ ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സവാളയും ഒരു ചെറിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്കൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം നേരത്തെ ചേർക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് സെറ്റായി വരുമ്പോഴാണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കൊടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ബാറ്റർ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമുക്കൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു ഹാഫ് സെറ്റാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ്റെ മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചീസ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് മോൾ ഭാഗം കൂടെ സെറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണിത്. അപ്പോൾ എല്ലാവരും ആക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ.